Hello everyone. Welcome back to SRUTHI'S Pharma World. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒഫ്താൽമിക് പ്രൊഡക്ട്സിന്റെ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. ഇവാലുവേഷൻ ഓഫ് ഒഫ്താൽമിക് പ്രൊഡക്ട്സ്. അപ്പോൾ ഈ രണ്ടിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 4 ടെസ്റ്റുകളാണ്. സ്റ്റെറിലിറ്റി ടെസ്റ്റ്, ക്ലാരിറ്റി ടെസ്റ്റ്, ലീക്കർ ടെസ്റ്റ്, മെറ്റൽ പാർട്ടിക്കിൾസ് ഇൻ ഒഫ്താൽമിക് ഓയിൻമെന്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ സ്റ്റെറിലിറ്റി ടെസ്റ്റ് തന്നെയാണ്. നമുക്ക് നോക്കാം. സ്റ്റെറിലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ മെംബ്രെയിൻ ഫിൽട്രേഷൻ മെത്തേഡ് ആൻഡ് ഡയറക്റ്റ് ഇനോക്കുലേഷൻ മെത്തേഡ് ആണ് സ്റ്റെറിലിറ്റി ടെസ്റ്റിന്റെ അണ്ടറിൽ വരുന്നത്. അതായത് മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്റ്റെറിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. മെംബ്രെയിൻ ഫിൽട്രേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കേണ്ട ആ ടെസ്റ്റ് സാമ്പിൾ എടുക്കുന്നു, അത് മെംബ്രെയിൻ ഫിൽറ്ററിലൂടെ പാസ് ചെയ്യുന്നു. 0.45 മൈക്രോമീറ്റർ സൈസ് റേഞ്ചിൽ വരുന്ന മെംബ്രെയിൻ ഫിൽറ്ററിലൂടെ ഈ സാമ്പിൾ പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ സാമ്പിൾ നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നു. അതിനുശേഷം അസെപ്റ്റിക്കലി നമ്മൾ ആ മെംബ്രെയിൻ എടുക്കുന്നു, എന്നിട്ട് അതിനെ ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് ഹാഫ് നമ്മൾ 100 ml കൾച്ചർ മീഡിയത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് സോയാബീൻ കസീൻ ഡൈജസ്റ്റ് മീഡിയത്തിലോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആദ്യത്തെ ഹാഫ്. ആൻഡ് എന്നിട്ട് അത് 20 to 25 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നോട്ട് ലെസ് ദാൻ 7 days, അതായത് 7 ദിവസത്തിൽ കുറയാതെയുള്ള ദിവസങ്ങളിൽ വേണം 20 to 25 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്ത് ഇൻക്യുബേറ്റ് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ എന്താ, 7ൽ കൂടുതൽ ദിവസങ്ങൾ നിങ്ങൾ ആ സാമ്പിൾ ഇൻക്യുബേറ്റ് ചെയ്യണം. ഒരു ഹാഫ് കൂടെ ഉണ്ടായിരുന്നല്ലോ, ആ ഹാഫ് 100 ml ഫ്ലൂയിഡ് തയോഗ്ലൈക്കുലേറ്റ് മീഡിയത്തിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നിട്ട് അത് ഇൻക്യുബേറ്റ് ചെയ്യുന്നു. 30 to 35 ഡിഗ്രി സെൽഷ്യസിലാണ് ഇൻക്യുബേറ്റ് ചെയ്യുന്നത്. നോട്ട് ലെസ് ദാൻ 7 days, 7 ദിവസത്തിൽ കുറയാതെയുള്ള ദിവസങ്ങളിൽ 30 to 35 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇൻക്യുബേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ആ മീഡിയ തിരിച്ചെടുത്തിട്ട് ഇൻക്യുബേറ്ററിന് എടുത്തിട്ട് അതിനകത്ത് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഉണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഏത് മെത്തേഡായിരുന്നു? മെംബ്രെയിൻ ഫിൽട്രേഷൻ മെത്തേഡ്. കാര്യം വളരെ സിമ്പിൾ ആണ്. നമ്മുടെ കയ്യിലൊരു മെംബ്രെയിൻ ഫിൽറ്റർ ഉണ്ട്, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സാമ്പിൾ ഉണ്ട്. ആ സാമ്പിൾ ഈ മെംബ്രെയിൻ ഫിൽറ്ററിലൂടെ പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ മെംബ്രെയിൻ ഫിൽറ്റർ യൂസ് ചെയ്ത് നമ്മൾ ആ സാമ്പിൾ ഫിൽട്ടർ ചെയ്യുന്നു. മെംബ്രെയിൻ ഫിൽറ്ററിന്റെ പോർ സൈസ് ഓർക്കണം, 0.45 മൈക്രോമീറ്റർ സൈസ് റേഞ്ചിൽ വരുന്ന മെംബ്രെയിൻ ഫിൽറ്റർ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഫിൽറ്ററിനകത്തുനിന്ന് നമ്മൾ ആ മെംബ്രെയിൻ മാത്രം പുറത്തേക്ക് എടുത്തിട്ട് അതിന് 2 ഈക്വൽ ഹാഫ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് ഹാഫ് സോയാബീൻ കസീൻ ഡൈജസ്റ്റ് മീഡിയത്തിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തത്. അത് 20 to 25 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് 7 ദിവസത്തിൽ കൂടുതൽ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തു? ഇൻക്യുബേറ്റ് ചെയ്തു. അതായത് 7 ദിവസങ്ങളിൽ കുറയാതെയുള്ള ദിവസങ്ങളിൽ വേണം. 5 or 6 ദിവസം അല്ല പറയുന്നത്, 7ൽ കൂടുതൽ ദിവസങ്ങൾ നമ്മളത് ഇൻക്യുബേറ്റ് ചെയ്തു. ഇനി അതർ ഹാഫ് എന്താ ചെയ്തത്? മറ്റേ ഒരു പോർഷൻ കൂടെ ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ 100 ml ഫ്ലൂയിഡ് തയോഗ്ലൈക്കുലേറ്റ് മീഡിയത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. 30 to 35 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ഇൻക്യുബേറ്റ് ചെയ്തു. സെയിം ഡേയ്സ് തന്നെയാണ്, 7ൽ കുറയാതെയുള്ള ദിവസങ്ങളിൽ തന്നെയാണ് ഫ്ലൂയിഡ് തയോഗ്ലൈക്കുലേറ്റ് മീഡിയവും ഇൻക്യുബേറ്റ് ചെയ്യുന്നത്. ശേഷം നമ്മൾ ഗ്രോത്ത് ഒബ്സർവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് മെംബ്രെയിൻ ഫിൽട്രേഷൻ മെത്തേഡാണ്. ഇനി നമുക്ക് ഡയറക്റ്റ് ഇനോക്കുലേഷൻ മെത്തേഡ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. സ്പെസിഫൈഡ് ക്വാണ്ടിറ്റി സാമ്പിൾ, നമ്മുടെ ടെസ്റ്റ് സാമ്പിൾ നമ്മൾ അസെപ്റ്റിക്കലി എടുക്കുന്നു, അത് കൾച്ചർ മീഡിയം കണ്ടെയ്നിങ് വെസലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ലിക്വിഡ് ആ മീഡിയത്തിൽ ട്രാൻസ്ഫർ ചെയ്തല്ലോ, നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അത് ഇൻക്യുബേറ്റ് ചെയ്യാൻ വെക്കുകയാണ്. 14 ദിവസങ്ങളിൽ കുറയാതെയുള്ള ദിവസങ്ങളിലാണ് ഇൻക്യുബേഷൻ ചെയ്യുന്നത്. ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം മീഡിയത്തിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഉണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ സാമ്പിൾ പുറത്തെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അതിനകത്ത് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെറിലിറ്റി ടെസ്റ്റ് പാസ്സാണ്. അതേസമയം ഗ്രോത്ത് ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റ് ഫെയിൽഡ് ആണ്. അടുത്ത ടെസ്റ്റ് ക്ലാരിറ്റി ടെസ്റ്റ് ആണ്. ക്ലാരിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ വിഷ്വൽ ഇൻസ്പെക്ഷൻ ആണ്. അതായത് അൺലാബിൾഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് നമ്മൾ അതിന്റെ നെക്കിൽ അൺലാബിൾഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് എടുക്കുന്നു. അത് അതിന്റെ നെക്കിൽ പിടിച്ച് നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്.
ഡാർക്ക് കളേർഡ് പാർട്ടിക്കിൾസ് ഉള്ള സാമ്പിൾ ആണ് എന്നുണ്ടെങ്കിൽ വൈറ്റ് സ്ക്രീനിലാണ് കാണിക്കേണ്ടത്. അതേസമയം ലൈറ്റ് കളേർഡ് പാർട്ടിക്കിൾസ് ഉള്ള സൊല്യൂഷൻ ആണ് സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ അത് ബ്ലാക്ക് സ്ക്രീനിലാണ് കാണിക്കേണ്ടത്. എന്നിട്ട് ഈ നമ്മുടെ കയ്യിലുള്ള ആ കണ്ടെയ്നർ അത് ഒന്ന് ഇൻവേർട്ട് ചെയ്തതിനു ശേഷം ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്ത് ഫോറിൻ പാർട്ടിക്കിൾസിന്റെ പ്രസൻസ് ഉണ്ടോന്ന് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സാമ്പിളിന്റെ അകത്ത് ഫോറിൻ പാർട്ടിക്കിൾസിന്റെ പ്രസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ടെസ്റ്റ് പാസ്ഡ് ആണ്, അല്ലെങ്കിൽ അത് ഫെയിൽഡ് ആണ്. ഇപ്പോ കുറെ കാലങ്ങളായിട്ട് കോൾട്ടർ കൗണ്ടർ മെത്തേഡ് ഒക്കെയാണ് ക്ലാരിറ്റി ടെസ്റ്റിനായിട്ട് ഇൻഡസ്ട്രിയിലൊക്കെ വൈഡ്ലി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലീക്കർ ടെസ്റ്റ്. ലീക്കർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആംബ്യൂൾസിന് ലീക്ക് ഉണ്ടോ, പ്രോപ്പർ ആയിട്ടല്ലേ സീൽ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ആണ് ലീക്കർ ടെസ്റ്റ്. ഫ്യൂഷൻ വഴി സീൽ ചെയ്തിട്ടുള്ള ആംബ്യൂൾസിന്റെ ലീക്കേജ് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ലീക്കേജ് ടെസ്റ്റ് ചെയ്യുന്നത് വാക്വം ചേമ്പറിലാണ്. നമ്മുടെ സാമ്പിളിന്റെ അകത്ത് ഫോറിൻ പാർട്ടിക്കിൾസിന്റെ പ്രസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ടെസ്റ്റ് പാസ്ഡ് ആണ്, അല്ലെങ്കിൽ അത് ഫെയിൽഡ് ആണ്. ആംബ്യൂൾസ് 1% മെത്തിലിൻ ബ്ലൂ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. വാക്വം അപ്ലൈ ചെയ്യുന്ന സമയത്ത് കളേർഡ് സൊല്യൂഷൻ ആംബ്യൂൾ, ലീക്ക്ഡ് ആംബ്യൂൾ ആണെന്നുണ്ടെങ്കിൽ ആ ആംബ്യൂളിനകത്ത് പ്രോപ്പർലി സീൽഡ് അല്ലാത്ത ആംബ്യൂൾ ആണെങ്കിൽ ആ ആംബ്യൂളിനകത്തോട്ടേക്ക് എൻറ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അങ്ങനെ എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലീക്കേജ് ഉള്ള ആംബ്യൂൾ ആണ്, ടെസ്റ്റ് റിജക്റ്റഡ് ആണ്. കെമിക്കൽ ഇറിറ്റൻസി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഡ്രൈസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഒഫ്താൽമിക് പ്രൊഡക്റ്റിന്റെ ഇവാലുവേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്.